ഓണം നിവിൻ പോളി ദുഃഖി. ഒരു എക്സ്ട്രാ മുഖവരിയുടെയും ആവശ്യമില്ലാതെ ഡയറക്റ്റ് പറയാൻ പറ്റുന്ന കാര്യം. ബെത്ലഹേം കുടുംബ യൂണിറ്റ് കണ്ടു. ഭയങ്കരമായിട്ടും മനസ്സ് നിറഞ്ഞിട്ടാണ് സിനിമ കണ്ട് തിയേറ്ററിൽ വന്നിട്ടുള്ളത്. സംഭവം കഥയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പുതുമയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പലതവണ കണ്ടിട്ടുള്ള ഒരു ലവ് സ്റ്റോറി പോലെയൊക്കെ ഉള്ളൊരു സംഭവമാണ് ഈ ഒരു സിനിമ. പക്ഷേ എന്താണെന്നറിയില്ല, പടം കണ്ട് അവസാനിക്കുന്നത് വരെ വല്ലാത്ത ഒരു ഫ്രഷ്നസ് ഫീലാണ്. അത് അവർ മേക്കിങ്ങിന്റെ പ്രത്യേകത, അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രഷ്നസും ഒരു പോസിറ്റീവ് വൈബും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ ഒരുപാട് ഫ്രഷ് കോമ്പോസ്, നിവിൻ പോളി, സുരേഷ് കൃഷ്ണ, സംഗീത് പ്രതാപ്, മമിത ബൈജു, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫ്രഷ് കോമ്പോ നമുക്ക് സ്ക്രീനിൽ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ആ ഒരു ഫ്രഷ്നസ് സ്റ്റാർട്ട് കഴിഞ്ഞ് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രേമലുമായിട്ടുള്ള കമ്പാരിസൺ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും പെട്ടെന്ന് എനിക്ക് തോന്നുന്നത്. പ്രേമൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ ആയിരുന്നെങ്കിൽ ഇവിടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഒരു ഫീൽ ഗുഡ് റൊമാന്റിക് കോമഡി എന്നുള്ളൊരു ടൈപ്പ് സിനിമയാണ് അവർ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഫീൽ ഗുഡിന് കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഫുൾ ഓൺ എന്റർടൈനർ എന്നുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സർവമായ വൈബ്, സർവമായിൽ നിന്ന് പുറപ്പെട്ടിട്ട് പ്രേമലൂരിൽ എത്താത്ത അവസ്ഥ ഉണ്ടല്ലോ, അത് ആ ഒരു രീതിയിൽ പിടിച്ചിരിക്കുന്ന സിനിമ. ഞാൻ നെഗറ്റീവായിട്ടല്ല, ഒരു പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. മൊത്തത്തിൽ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തൊരു സിനിമയുടെ പോസിറ്റീവ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഒരു പോസിറ്റീവ് ഓറ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. നിവിൻ പോളി കിടിലനായിരുന്നു. അതായത് കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ ഫഹദ് ഫാസിൽ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, നിവിൻ ചിരിച്ചാൽ നമ്മൾ ചിരിക്കുമെന്ന്. സാധാരണ ബിഗ് ഗംസിനെ കുറിച്ചിട്ട്, ലാലേട്ടനെ നമുക്ക് കുറിച്ചിട്ടാണ് പലരും അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഈ ഒരു ജനറേഷൻ ഓഫ് ആക്ടേഴ്സിൽ അത് നിവിനെ കുറിച്ച് പറഞ്ഞത് ഭയങ്കരമായിട്ട് കറക്റ്റായ കാര്യം. കാരണം നിവിൻ സ്ക്രീനിൽ ചിരിച്ചാൽ നമുക്കും ചിരിക്കാനായിട്ട് തോന്നും, നിവിൻ കരഞ്ഞാൽ നമുക്ക് കരയാനായിട്ട് തോന്നും. അതേ കണക്കുള്ള ഒരു സംഭവം, ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിവിൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഇമോഷൻ നമുക്ക് ഈ ഒരു സിനിമയിലും ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിവിൻ ഭയങ്കര കിടിലനായിട്ട് പുള്ളിയുടെ ഒരു സേഫ് സോൺ അല്ലെങ്കിൽ ഭയങ്കര ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു സോണിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. അത് നന്നായിട്ട് പുള്ളി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കിടിലനായിരുന്നു. മമിത ബൈജുവും അടിപൊളിയായിട്ട് ചെയ്തു. സുരേഷ് കൃഷ്ണ, സംഗീത് പ്രതാപ്, എല്ലാവരും, പിന്നെ ഗിരീഷ് ഷെഡി യൂണിവേഴ്സിലുള്ള എല്ലാ ആക്ടേഴ്സും ഈ സിനിമയ്ക്കകത്ത് വന്നു പോകുന്നുണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മമിത ബൈജു വിശ്വനാഥൻ സൺസ് തമിഴിൽ പോയി സൂര്യക്കൊപ്പം ഒരു ഏജ് ഗ്യാപ്പ് ഉള്ള ഒരു ലവ് സംഭവം ചെയ്തു. ഇവിടെ വന്ന് നിവിനുമായിട്ടും ഈ സിനിമയും ഒരു ഏജ് ഗ്യാപ്പ് ഉള്ള ലവേഴ്സിന്റെ ഒരു സ്റ്റോറി പറയുന്ന സിനിമയാണ്. രണ്ടും ഏകദേശം സിമിലാരിറ്റി ഉള്ള ഒരു, അതായത് ഈ ഒരു ഏജ് ഗ്യാപ്പ് ഉള്ള ലവേഴ്സിന്റെ സംഭവം പറയുന്ന സിനിമ ആയിരുന്നിട്ടും ഒരു തരത്തിലുള്ളൊരു സിമിലാരിറ്റി ഇല്ലാത്ത രണ്ട് ക്യാരക്ടേഴ്സാണ് മമിത ഇതിനകത്തും ചെയ്തിട്ടുള്ളത്. അത് ട്രൂലി അണ്ടർ റേറ്റഡ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. മമിത ബൈജുവിനെ നല്ലൊരു കിടിലനായിട്ടുള്ള പെർഫോമൻസ് ആണ് രണ്ട് പടത്തിലും ചെയ്തിട്ടുള്ളത്. ഇതിനകത്തും അടിപൊളിയായിട്ട് ആ ഒരു നിവിന്റെ ക്യാരക്ടറിനെ ചെയ്യുന്ന രീതിയിൽ മെച്ചുവേർഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ ഈ ഒരു ഏജ് ഗ്യാപ്പിലുള്ള ആക്ടേഴ്സ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു മിസ്മാച്ച് ഫീൽ ചെയ്യും. പക്ഷേ ഇവിടെ അവർ തമ്മിലുള്ള ആ ഒരു പെയറിൽ ഒരു തരത്തിലൊരു മിസ്മാച്ച് ചെയ്യാത്ത രീതിയിൽ അവരുടെ പെർഫോമൻസ് കിടിലനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വിഷ്ണു വിജയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും പാട്ടുകളും എല്ലാം നല്ല രീതിയിൽ സിനിമയ്ക്ക് ആപ്റ്റ് ആവുന്ന രീതിയിൽ, തിയേറ്ററിൽ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ. അതായത് എം ജി ശ്രീകുമാർ പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു. അത് യൂട്യൂബിൽ കണ്ടപ്പോഴും എനിക്കൊരു പഴയ പാട്ടുകളുടെ ഒരു വൈബ് ഫീൽ ചെയ്തായിരുന്നു. അത് തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്കും അതേ രീതിയിൽ തന്നെ ആ ഒരു വൈബ് എനിക്ക് തിയേറ്ററിൽ കിട്ടി. ഓക്കെ, മൊത്തത്തിൽ ഒരു തിയേറ്റർ റെസ്പോൺസും അടിപൊളിയായിരുന്നു. നല്ല രീതിയിൽ ആളുകൾ സീനുകളോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്. അതേ കണക്കൊരു നല്ലൊരു തിയേറ്റർ റെസ്പോൺസും എനിക്ക് സിനിമ കണ്ടപ്പോഴത്തേക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിച്ചു.